നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ മോളെ ഒന്ന് എടുത്തപ്പോഴാ അതൊന്നും അടങ്ങിയത്. ആ ഇനി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത് ഉള്ളതാണെന്നും അറിയില്ല കേട്ടോ. ഞാൻ കണ്ടതാ, കള്ളം പറഞ്ഞൊന്നുമല്ല. ഓ ആയിക്കോട്ടെ. അതെ, താലോലിച്ച് തീർന്നെങ്കിൽ ഞാനും കൂടെ ഒന്ന് എടുത്തോട്ടെ. ഒന്ന് താമാഷേ. ആ അമ്മയുടെ പൊന്നൂട്ടാ. മോളെ മാല ഇവിടെ. ആ അവളുറങ്ങി. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഈ മോളുടെ പേരെന്താ മോളെ? ശിവേണ്ണ ഇന്ത്യച്ചിയും എന്തോ പേരിട്ടിരുന്നു, അതെന്താന്ന് എനിക്കറിയില്ല. ആ അതെന്തായാലും വേണ്ട. നമുക്ക് നമ്മുടെ കുഞ്ഞിന് മറ്റൊരു നല്ല പേരിടാം, അല്ലേ മോളു? എളുപ്പത്തിനിപ്പോ ആതിര പറഞ്ഞ പേരാ വിളിക്കുന്നത്, മാളൂന്ന്. ഓ മാളു, മാലു, മാളു, അത് കൊള്ളാലോ. ഇനി മറ്റൊരു നല്ല പേര് കൂടി വേണം. നമുക്ക് രമ്യ എന്നിട്ടാലോ? രമ്യോ? ആ അതെ. എന്താ രമ്യ നല്ല പേരല്ലേ? പേരൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ ഈ കാലത്ത് അങ്ങനത്തെ പേരൊന്നും ആരും ഇടില്ല അച്ഛാ. എങ്കിൽ പിന്നെ രശ്മി എന്നിടാം. ഗ്രീഷ്മയായാലും മതി. എന്റെ പൊന്നു മാഷേ, മാഷേ ഇതൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ ഇടാൻ വേണ്ടി വെച്ചിരുന്ന പേരല്ലേ? അതെ അതെ. ഓ അത് അന്നത്തെ കാലല്ലേ. അന്നിടാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ ഇടാലോ. അത് എത്ര വർഷം മുമ്പാ മാഷേ? ഓർമ്മയുണ്ടോ വല്ലതും? അത് പിന്നെ മാഷേ ഇനി പേരാലോചിച്ച് ബുദ്ധിമുട്ടണ്ട. അത് സച്ചി അച്ഛൻ കൂടെ നല്ലൊരു പേരിട്ടോളൂ, അല്ലടമുള്ളൂ. അച്ഛമോളെ, അവസാനം എത്ര ആലോചിച്ചിട്ടും പേര് കിട്ടിയില്ലെങ്കിലേ ലക്ഷ്മി എന്നിട്ടോ. എന്റെ മാഷ് അതൊന്ന് വിടുന്നുണ്ടോ? വിട്ടു. അതൊക്കെ വിട്ടിട്ടെ അച്ഛൻ മാളുമോളെ കുറിച്ച് കണ്ട സ്വപ്നം എന്തായിരുന്നു എന്ന് പറയേ. അത് പിന്നെ ഞങ്ങൾക്കൂടെ ഒന്ന് കേൾക്കാലോ. എടി ഞാൻ ചോദിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല, വെറുതെയാ. കുഞ്ഞുങ്ങളെ കാണാനുള്ള അടവായത്. അടവൊന്നുമല്ല, ഞാൻ കണ്ടതാ. പിന്നെ കണ്ടെന്താന്ന് വെച്ചാ അങ്ങ് പറഞ്ഞു. അതിപ്പോ ഒരു മുത്തശ്ശന്റെയും പേരക്കുട്ടിയുടെയും കഥ. കഥയോ? കഥയല്ല, സ്വപ്നം തന്നെയാ. ഞാനും എന്റെ പേരക്കുട്ടികളും കൂടി ടൂർ പോകുന്നു. ഞാനൊരു വലിയ കുഴിയിൽ വീഴുന്നു. എന്റെ 2 മക്കളും കൂടി എന്നെ രക്ഷപ്പെടുത്തുന്നു. ഇതാ കണ്ടത്. ബെസ്റ്റ്. ഗുണ കേവിലായിരിക്കുമല്ലേ അച്ഛൻ വീണത്? ആ എടി ഇങ്ങനെ ഒരു പഴയ സിനിമ ഇല്ലേ കമലഹാസന്റെ? അച്ഛാ വല്ലാതെ വേർക്കുന്നുണ്ടോ? നമുക്ക് AC ഓണാക്കിയാലോ? അച്ഛൻ ഇനി നിന്ന് വിയർക്കണ്ട. കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. ആതിര അച്ഛനെ നേരത്തെ വിളിച്ചായിരുന്നല്ലേ? വിളിച്ചായിരുന്നു. അപ്പൊ അത് തന്നെയാ കാര്യം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് സമാധാനം ഇല്ലാതെ ഓടി വന്നതല്ലേ അച്ഛൻ? ഇവിടെ അതിനു മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല അച്ഛാ. എന്നാലും ഒരു സമാധാനം വേണ്ടേ മോളെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.